ഹായ് ഓൾ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. മക്കളെ, ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ പൊടി പൊടിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ കെമിസ്ട്രിയിൽ സ്ഥിരമായിട്ട് വരാറുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഓണം എക്സാമിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ സയൻസിൽ മുഴുവൻ മാർക്കും നേടാനുള്ള കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ സയൻസ് ആൻഡ് മാത്സ് സബ്ജക്റ്റുകളുടെയൊക്കെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ ഏറ്റവും ആദ്യത്തെ 2 ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ചെയ്ത് നോക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾ ഈ ഒരു എക്സാമിന് നമുക്ക് മുഴുവൻ മാർക്കും ലഭിക്കാനുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഓരോ ചോദ്യങ്ങളും വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉത്തരങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ, ഇതേ ചോദ്യം എക്സാമിന് വന്നാൽ എങ്ങനെയായിരിക്കും നമ്മൾ ഉത്തരം എഴുതുക എന്നൊക്കെ ഉള്ളത് ഒന്ന് സ്വയം സെൽഫ് ഇവാലുവേഷൻ കൂടി നടത്താൻ നമുക്ക് സാധിക്കണം. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ ഒറ്റയടിക്ക് ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓരോ ചോദ്യങ്ങൾക്കും ആൻസർ എന്ത് ചെയ്യുക, വേഗത്തിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പദാർത്ഥ സ്വഭാവവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ മലയാളം മീഡിയംകാർക്ക് മലയാളവും ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഇംഗ്ലീഷും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ ഉണ്ട്. ഇതിൽ ചൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ആർ സ്യൂട്ടബിൾ ഫോർ ഗ്യാസസ്. ഗ്യാസ്, വാതകവുമായി ബന്ധപ്പെട്ട ഇതിലെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണികകൾക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്, ചലിക്കാൻ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് വളരെ കുറവാണ്. അതായിരിക്കാം, അത് സോളിഡിനാണ്, ഗ്യാസിനല്ല. കണികകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്, അല്ലേ? അതാർക്കായിരുന്നു, നമുക്കറിയാം, ഗ്യാസിന്റെ പ്രോപ്പർട്ടിയാണ്. പാർട്ടിക്കിൾസ് റിമൈൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ. വെരി ക്ലോസ് ആണോ ഗ്യാസിൽ? അല്ല, അതേതാണ്, നമുക്ക് ഈ പറഞ്ഞ സോളിഡ് ആണ്. ദ എനർജി ഓഫ് പാർട്ടിക്കിൾ ഈസ് വെരി ഹൈ. അതിന്റെ ഊർജം വളരെ കൂടും. കാരണം എന്താ, ചലന സ്വാതന്ത്ര്യം കൂടുമ്പോൾ ഊർജവും വളരെ കൂടും. സോ 1ഉം 2ഉം 4ഉമാണ് ഗ്യാസുമായി ബന്ധപ്പെട്ടത്. 1ഉം 3ഉം ശരിക്ക് സോളിഡ്, ഖരവുമാണ്. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ചിത്രം വരണം. സോളിഡിലെ പാർട്ടിക്കിളുകൾ ക്ലോസ്ലി പാക്ക്ഡ് ആണ്. ഗ്യാസസിലെ പാർട്ടിക്കിൾസുകൾ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആകർഷണ ബലം വളരെ കൂടുതലാണ്. ഇവിടെ ആണെങ്കിലോ വളരെ കുറവാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാം, ഈ പറഞ്ഞ ഗ്യാഷ്യസ് പാർട്ടിക്കിൾസിന് വ്യാപനം അഥവാ ഡിഫ്യൂഷൻ ചെയ്യാനുള്ള എബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. എനർജി, ചലിക്കാനുള്ള സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ഇവർക്കാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ എനർജിയും കൂടുതൽ ഇവർക്കാണ്. ഓക്കെ, അതേപോലെ കണികകൾ തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മോളിക്യൂള് ഏറ്റവും കൂടുതലാർക്കാണ്, ഗ്യാസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആകർഷണ ബലം മാത്രമാണ് ഗ്യാസിന് കുറവ്. ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഗ്യാസിന് എന്തായിരിക്കും, പൊതുവെ കൂടുതലായിരിക്കും നമ്മൾ പഠിച്ചതിൽ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഈ പിക്ചർ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. 2 ആക്ടിവിറ്റീസ് ആർ ഗിവൺ. 2 പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. എ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഈസ് പ്ലേസ്ഡ് ഓൺ ഗ്ലാസ് പ്ലേറ്റ്. ഒരു ഗ്ലാസ് പ്ലേറ്റിൽ എന്ത് ചെയ്തു, ഒരു തുള്ളി മഷി വീഴ്ത്തി. ഒരു ചന്ദനത്തിരി നമ്മൾ കത്തിക്കുന്നു. വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എവിടെയാണ് ഏറ്റവും വേഗത്തിൽ ക്വിക്കായിട്ട് നടക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാരണം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് തന്നെ അല്ലേ, ഇൻസ്റ്റൻറ്റ് സ്റ്റിക്ക് എന്ത് ചെയ്യുന്നു, അത് ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ചന്ദനത്തിരി കത്തിച്ച് കഴിഞ്ഞാൽ അവിടെയാണ് വ്യാപനം നടക്കുക. അതുകൊണ്ടാണ് ആ ചന്ദനത്തിരിയുടെ മണം നമുക്ക് എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്, അല്ലേ? അപ്പോൾ വ്യാപനം, ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കറിയാം, ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾ ആണ്. കണികകൾ തമ്മിൽ പരസ്പരം കൂടിക്കലരുന്ന സ്വഭാവമാണ് വ്യാപനം, ഡിഫ്യൂഷൻ. അപ്പോൾ അത് ഏറ്റവും കുറവ് എവിടെയായിരിക്കും, സോളിഡിലായിരിക്കും ഏറ്റവും കുറവ്. കാരണം എന്തേ, മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലല്ലോ, മിക്സ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അതിനേക്കാളും കൂടുതലുണ്ടായിരിക്ക് ദ്രാവകം അഥവാ ലിക്വിഡിൽ ഏറ്റവും കൂടുതലായിരിക്കാണ്, ഓഫ് കോഴ്സ് വാതകത്തിനാണ്. അപ്പോൾ ഒരു മഷി വെള്ളത്തിൽ അതിൽ വ്യാപനം ഡിഫ്യൂസ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് ഇവിടെ വ്യാപനം നടത്തും ഈ പറഞ്ഞ ഇൻസ്റ്റൻറ്റ് സ്റ്റിക്ക്, ചന്ദനത്തിരി കത്തിച്ചാൽ ഉണ്ടാകും. പഴങ്ങളുടെ അല്ലേ മണം, അല്ലേ, നല്ല പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. അതേപോലെ വീട്ടിൽ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയാൽ, അല്ലേ, ടെമ്പറേച്ചർ ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് ഡിഫ്യൂഷൻ്റെ എബിലിറ്റിയും കൂടും. ബിരിയാണി നല്ല ചൂടാക്കുന്ന സമയത്ത്, ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്താണ് നല്ല ബിരിയാണി സ്മെല്ല് ചെയ്യുക. രാത്രിയിൽ ബിരിയാണി തണുത്ത് കഴിഞ്ഞാൽ ആ ബിരിയാണിക്ക് അത്ര സ്മെല്ല് ഉണ്ടാവില്ല. കാരണം എന്തേ, രാത്രി ടെമ്പറേച്ചർ കുറയും, സ്വാഭാവികമായിട്ടും ബിരിയാണിക്ക് വ്യാപനം നടത്താൻ, ഡിഫ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല.
എന്നാൽ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തോ അടുക്കളയിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും സിറ്റ് ഔട്ടിൽ നമുക്ക് അതിൻ്റെ മണം എന്ത് ചെയ്യും ലഭിക്കും അല്ലേ? അതാണ് വ്യാപനം. അപ്പോൾ നമുക്ക് അറിയുന്ന ഉദാഹരണങ്ങൾ വെച്ച് കണ്ട് എന്ത് ചെയ്യും മക്കളെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ചൂടാക്കുമ്പോൾ ദ്രാവകമാവാതെ ഡയറക്റ്റ് നേരിട്ട് ഗ്യാസ് ആകുന്ന പദാർത്ഥം ഏത്? മണല്, ഉപ്പ്, കർപ്പൂരം. സാൻഡ്, സോൾട്ട്, ക്യാംഫർ. യെസ്, ഈ ചോദ്യത്തിന് ഉത്തരം ഒന്ന് വേഗം കമന്റ് ചെയ്ത മക്കളെ. ഏതായിരിക്കും വരിക? നേരിട്ട് ഒരു ലിക്വിഡ് നേരിട്ട് ഗ്യാസ് ആകുന്ന ആ പ്രോസസ്സിന് നമ്മളൊരു പേര് വിളിച്ചിരുന്നു. അതിന്റെ എക്സാമ്പിൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? യെസ് അല്ലേ, വളരെ കറക്റ്റാണ്. കർപ്പൂരമാണ്, ക്യാംഫർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഓരോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിന് ഓരോ പേരുണ്ട്. ഇപ്പൊ ഗരം ദ്രാവകമാകുന്നതിന് അല്ലെ ദ്രവീകരണം, ലിക്വിഫാക്ഷൻ. തിരിച്ചുള്ളതോ സോളിഡിഫിക്കേഷൻ അല്ലെ. അതേപോലെ തന്നെ ദ്രാവകം വാതകമാകുന്നത് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ഇവാപ്പറേഷൻ. തിരിച്ചുള്ളതോ കണ്ടൻസേഷൻ. എന്നാൽ നമുക്കറിയാം പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ച ആളാണ് ഈ സോളിഡ് എന്ത് ചെയ്യുന്നു, നേരിട്ട് വാതകമാകുന്നു വിത്തൗട്ട് ഫോമിങ് ലിക്വിഡ്. അത് നമ്മൾ വിളിച്ച പേരായിരുന്നു സബ്ലിമേഷൻ. സബ്ലിമേഷൻ മലയാളത്തിൽ ഉൽപ്പതനം. തിരിച്ചുള്ള നമുക്ക് സോളിഡിഫിക്കേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ സബ്ലിമേഷൻ നടക്കുന്ന വസ്തുക്കൾ നമുക്കറിയണം. നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു, ക്യാംഫർ, കർപ്പൂരം എന്നുള്ളത്. മറ്റുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണ് മക്കളെ? അതല്ലാതെ നമുക്കറിയാം അയോഡിൻ ഗ്യാസ്. ഓക്കെ, അയോഡിൻ ഗ്യാസ് പറയാം. അതേപോലെ തന്നെ അമോണിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ് അല്ല കേട്ടോ. സോഡിയം ക്ലോറൈഡ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉപ്പാണ്. ഇത് അമോണിയം ക്ലോറൈഡ്. അതേപോലെ തന്നെ ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് പറഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഡ്രൈ ഐസ് ഇതേപോലെ എന്ത് ചെയ്യും, സബ്ലിമേഷൻ നടത്തും. ഓക്കെ, നാഫ്തലീൻ. ഓക്കെ, നാഫ്തലീൻ എന്ത് ചെയ്യും, നമ്മൾ പാറ്റ ഗുളിക എന്നൊക്കെ വിളിക്കുന്ന സാധനം, അയാളും എന്ത് ചെയ്യും, സബ്ലിമേഷൻ നടത്തും. അപ്പോൾ ക്യാംഫർ, അയോഡിൻ ഗ്യാസ്, അമോണിയം ക്ലോറൈഡ്, നാഫ്തലീൻ, ഡ്രൈ ഐസ്. 5 പേരെ ഞാൻ പറഞ്ഞു. ഈ 5 നോട്ട് ചെയ്ത് വെച്ചോ. എന്തായാലും ഈ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ദാ ഇവിടെ ചേരുംപടി ചേർക്കാനാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കൂ നിങ്ങൾ, ദാ ഓരോ മിശ്രിതം അല്ലെങ്കിൽ സന്ദർഭം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സ്വഭാവം കൊടുത്തിട്ടുണ്ട്, അത് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 7-8 മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ അല്ലേ? ഏതൊക്കെയായിരുന്നു? ഡിസ്റ്റിലേഷൻ, സ്വേദനം, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അംശിക സ്വേദനം അല്ലേ? അതേപോലെ സെൻട്രിഫ്യൂഗേഷൻ, ക്രൊമറ്റോഗ്രഫി. ഇതൊക്കെ നമ്മൾ എന്തായാലും സെപ്പറേറ്റിംഗ് ഫണൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. ഓരോന്നിൻ്റെയും പേര് പഠിക്കുക. അത് എന്തിൻ്റെ ബേസിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഭാരത്തിൻ്റെ വ്യത്യാസത്തിലാണോ, സൈസിൻ്റെ വ്യത്യാസം, വലുപ്പത്തിൻ്റെ വ്യത്യാസത്തിലാണോ, അതല്ല മിക്സഡ് ആണോ അല്ലേ അതിൻ്റെ വ്യത്യാസമാണോ, അതല്ല അങ്ങനെ ഏതൊക്കെ എന്ത് കാരണത്തിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ ആ രീതി ഉപയോഗിക്കുന്നത്, അത് പഠിച്ചേക്കണം. മൂന്നാമത്തത് അതിൻ്റെ എക്സാമ്പിളുകൾ പഠിച്ചു വെക്കണം. ഇതേപോലെ ഏതൊക്കെയാണ് എക്സാമ്പിൾ എന്നുള്ളത്. ഓക്കെ, ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മുടെ ഈ ഓണം എക്സാമിന് ഒരു 2 മാർക്ക് ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യും നമുക്ക് കിട്ടും. അപ്പോൾ നോക്കിക്കേ, തൈരിൽ നിന്നും വെണ്ണ, ബട്ടർ ഫ്രം കേർഡ്. അതേതാണ് മക്കളെ? മാഗ്നറ്റിക് ആണോ, അതല്ല സൈസ് ആണോ, മാസ് ആണോ? ഏതായിരുന്നു? മാസിന്റെ വ്യത്യാസമായിരുന്നു, ഭാരവ്യത്യാസമാണ്. ആ മെത്തേഡിന് നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? സെൻട്രിഫ്യൂഗേഷൻ അല്ലേ? സെൻട്രിഫ്യൂഗേഷൻ. ഇനി അയൺ പൗഡർ ആൻഡ് സാൻഡ്, ഇരുമ്പ് പൊടിയും അല്ലേ മണലും, അവിടെ എന്താ നമ്മൾ ഉപയോഗിക്കേണ്ടത്? മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. അതിന് നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ, കാന്തിക വിഭജനം എന്ന് വിളിക്കാം. കാരണം എന്തേ? അയൺ എന്തെയും കാന്തവുമായിട്ട് അട്രാക്ട് ചെയ്യും, മണൽ അട്രാക്ട് ചെയ്യൂല. ടീ ഡ്രഗ് ഫ്രം ടീ, ചായയിൽ നിന്നും ചായയുടെ ചണ്ടി വേർതിരിക്കുന്നത് അല്ലേ? അവിടെ സൈസാണ് അല്ലേ? നമ്മളതിന് എന്ത് ചെയ്യുന്നു? ഫിൽട്രേഷൻ അല്ലേ? നമ്മൾ ഫിൽട്രേഷൻ, ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് അവിടെ സൈസ് കുറഞ്ഞ വാട്ടർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ടീ എന്ത് ചെയ്യും, താഴേക്ക് പോവും. ടീയുടെ ഡ്രഗ് അല്ലെങ്കിൽ ചായൻ്റെ ചണ്ടി അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓർമ്മ വരണം. ഓരോന്നിൻ്റെയും എക്സാമ്പിളും എന്തിൻ്റെ വ്യത്യാസമാണെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ അല്ലേ, അല്ലെങ്കിൽ പെട്രോളിയത്തിൽ നിന്നും പെട്രോള്, ഡീസല്, നാഫ്ത, കെറോസിൻ, ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓർമ്മ വരണം. ഓക്കെ, അപ്പോൾ കാരണം എന്താ? അവിടുത്തെ എന്ത് കാരണം വെച്ചിട്ടാണ് മക്കളെ നമ്മളവിടെ ആ മെത്തേഡ് ഉപയോഗിച്ചത്? അതിലെ ഓരോ കോമ്പണൻറ്റും ഓരോ ഘടകങ്ങളും തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റ് അല്ലേ, അത് ബോയിലിംഗ് പോയിന്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. എന്നാൽ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിലോ, ഫോർ എക്സാമ്പിൾ വാട്ടറും അതേപോലെ തന്നെ അസറ്റോണും വലിയ വ്യത്യാസമുണ്ട്. വാട്ടർ 100 ഡിഗ്രി വേണം, അസറ്റോണൊക്കെ ആണെങ്കിൽ 56 ഡിഗ്രി മതി അല്ലേ? അപ്പം എന്താണ് അവിടെ നമുക്ക് വെറും ഡിസ്റ്റിലേഷൻ മതി. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വേണോ, അംശിക സ്വേദനം വേണോ? വേണ്ട, വെറും സ്വേദനം, ഡിസ്റ്റിലേഷൻ മാത്രം മതി. അപ്പോൾ ഓരോന്നും
വ്യത്യാസങ്ങളും അതിൻ്റെ കാരണവും അറിയണം. മെനി മിനറൽസ് ആർ പ്രസന്റ് ഇൻ ഓർഡിനറി വാട്ടർ. അല്ലെ, നോർമൽ വെള്ളത്തിൽ അല്ലെങ്കിൽ ടാപ്പ് വാട്ടറിൽ ഇഷ്ടംപോലെ ലവണങ്ങൾ മിനറൽസ് ഉണ്ട്. ഈ മിനറൽസിനെ നീക്കം ചെയ്ത് എന്ത് ചെയ്യണം? പ്യുവർ വാട്ടർ, ശുദ്ധജലം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞവയിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? സ്വേദനം, അംശിക സ്വേദനം, ക്രോമറ്റോഗ്രഫി, ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ക്രോമറ്റോഗ്രഫി. ഇതിലെ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്? നമുക്കറിയാം ടാപ്പ് വാട്ടറിൽ ഇഷ്ടംപോലെ മിനറൽസ് ഉണ്ട്. 100% H2O അല്ല ഉള്ളത്. ഇതിനെ 100% H2O ആക്കി മാറ്റുന്ന മെത്തേഡ് ഏതാണ്? ഡിസ്റ്റിലേഷൻ ആണോ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണോ, ക്രോമറ്റോഗ്രഫി ആണോ? വേഗം ഒന്ന് കമന്റ് ചെയ്ത മക്കളെ. വളരെ സിമ്പിളായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ഓക്കെ, ആൻസർ ഏതാണ്? യെസ്, സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ ആണ് കേട്ടോ. എടാ, ഈ പറഞ്ഞ വാട്ടർ 100 ഡിഗ്രിയിൽ എന്താകും? അത് വേപ്പർ ആകും. എന്നാൽ അതിലെ മിനറൽസ് ഒരിക്കലും 100 ഡിഗ്രിയിൽ എന്താവൂല? ബോയിലിംഗ് ചെയ്യൂല. ഓക്കെ, അങ്ങനെ കിട്ടുന്ന വാട്ടർ നമ്മളൊരു പേര് വിളിക്കും മക്കൾ. എന്താ വിളിക്കാരോ? ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിലേഷൻ നടത്തി കിട്ടുന്ന വാട്ടറിനെ വിളിക്കുന്ന പേര് ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ്. അത് എവിടെയാണ് ഉപയോഗിക്കുക? കണ്ടിട്ടുണ്ടോ? അത് ഇങ്ങനൊരു ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ഡിസ്റ്റിലേഷൻ നടത്തുക. ഇതിലേക്ക് വാട്ടർ കൊടുക്കും. ആ വാട്ടർ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യും? കറണ്ടിനാണ് ഇത് പ്രവർത്തിക്കുക. അത് ഇലക്ട്രിസിറ്റി കാരണം നന്നായിട്ട് ഇവിടെ ഹീറ്റ് ചെയ്യും. നമ്മളെ എന്താ പറയുക, പിന്നെ നന്നായിട്ട് ചൂടാക്കുന്നത് പോലെ ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്ടർ എന്ത് ചെയ്യും? ഈ കോയിലിലൂടെ അത് നേരെ പുറത്തേക്ക് വരും. അത് 100% പ്യുവർ വാട്ടർ ആയിരിക്കും. ഓക്കെ, എവിടേക്കാണ് മക്കൾ അത് ഉപയോഗിക്കാറിയോ? ഒന്ന് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കും. സ്റ്റോറേജ് ബാറ്ററികളിൽ. രണ്ടാമത്തെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് കെമിക്കൽ ലബോറട്ടറീസിൽ. കാരണം അറിയോ, നമ്മൾ ലാബോറട്ടറിയിൽ നമ്മളൊരു റിയാക്ഷൻ ചെയ്യണമെന്ന് വിചാരിച്ചോ, അവിടെ ടാപ്പ് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ മിനറൽസും കൂടിയും ഈ കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ പോലും വിചാരിക്കാത്ത പ്രോഡക്റ്റ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. എന്നാൽ 100% പ്യുവർ വാട്ടറൊക്കെയാണ് നമ്മൾ സൊല്യൂഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ലായനികൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വരിക. അവിടെ ബാക്കിയുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതിനാൽ പ്യുവർ കെമിക്കൽസ് വെച്ചിട്ട് തന്നെ നമുക്ക് റിയാക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാം? നടത്താം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ തന്നെ കെമിസ്ട്രി ലാബിലൊക്കെ ഒന്ന് പോയേക്കാൽ മതി. അവിടെ ഒരു പ്രത്യേക രൂപത്തിലുള്ള ഷേപ്പിലുള്ള ഒരു കുപ്പി ഉണ്ടാവും. അതിൽ ഇങ്ങനെ നെക്കി പിടിച്ചാൽ വാട്ടർ ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ ആ പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ സ്റ്റോറേജ് ചെയ്യുന്ന ചെറിയ ബോട്ടിൽസ് ഒക്കെയാണ് കെമിസ്ട്രി ലബോറട്ടറിയിൽ എന്ത് ചെയ്യുക? ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ യൂസസ്. എങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം ഞാൻ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. എത്തനോളും മെത്തനോളും മിക്സ് ചെയ്ത ഒരു മിക്സ്ചർ ഉണ്ട്. ആ മിക്സ്ചറിനെ വേർതിരിക്കാൻ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക? എത്തനോളുണ്ട്, മെത്തനോളുണ്ട്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എത്തനോളിനെയും മെത്തനോളിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ച 6-7 സെപ്പറേഷൻ മെത്തേഡിൽ ഏതാണെന്നുള്ളത് വേഗത്തിൽ എന്ത് ചെയ്യുക മക്കളെ? കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. ബേസിക് കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് മാറ്റർ, പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ. വളരെ ഇമ്പോർട്ടൻറ്റ്. കെമിസ്ട്രിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് പഠിപ്പിക്കണം. കാരണം എന്താ? എലമെന്റ് എന്താ, കോമ്പൗണ്ട് എന്താ, ആറ്റം എന്താ, മോളിക്യൂൾ എന്താ, ഇതൊക്കെ തമ്മിലുള്ള ബേസിക് നോളജ് ഈ ചാപ്റ്ററിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചിട്ട് എക്സാമിനേഷനിലും കയറിയാൽ മതി, ഇത് പഠിച്ചിട്ട് 8ാം ക്ലാസ് പാസ്സായാൽ മതി. റെഡി? അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ക്രോമിയം, ഫ്രാൻസിയം, അപ്പോൾ ഇതൊക്കെ കണ്ടെത്താൻ അറിയാം. ഓരോ എലമെന്റുകൾ, മൂലകങ്ങളാണ്. അവ എന്തിൻ്റെ പേരിലൂടെയാണ് വന്നിട്ടുള്ളത്? ആ പേര് വരാനുള്ള കാരണം, ബേസ് എന്താണ്, അതിൻ്റെ സിമ്പൽ എന്താണ്? ക്രോമിയം എന്തായിരിക്കും കാരണം? ക്രോമോ എന്താണ്? ക്രോമോ മീൻസ് എന്തായിരുന്നു? കളർ, നിറം എന്നാണ് അല്ലേ? ക്രോമറ്റോഗ്രാഫി നമുക്കറിയാം ഇങ്കിൽ നിന്ന് അല്ലെ, മഷിയിൽ നിന്ന് അതിലെ ഘടകങ്ങളെ വേർതിരിക്കാനാണ് ക്രോമറ്റോഗ്രാഫി ഉപയോഗിച്ചത്. ആ സെയിം ടേം ആണ് അല്ലെ? ക്രോമോ മീൻസ് കളർ എന്നാണ്. ഓക്കെ, അപ്പൊ ക്രോമോ കളറാണ് എ എന്നുള്ള ഉത്തരം. ഫ്രാൻസിയം, ഫ്രാൻസ് ആണ് എങ്കിൽ ഫ്രാൻസിയത്തിന്റെ പ്രതീകം എന്താണ്? ഫ്രാൻസിയത്തിന്റെ പ്രതീകം FR. എഫ് മാത്രമാണെങ്കിൽ ഫ്ലൂറിൻ ഔട്ടോ. ആ പ്രതീകം എഴുതുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് പറയണേ. ദെൻ നെപ്റ്റ്യൂൺ ഗ്രഹമാണ്, NP ആണ്. ഏതായിരിക്കും മൂലകം? ചില ആൾക്കാർ ഗ്രഹത്തിന്റെ പേര് തോന്നുന്നുണ്ടല്ലോ, നെപ്റ്റ്യൂണിയം. അപ്പം എന്തായിരിക്കും സിയുടെ ഉത്തരം? നെപ്റ്റ്യൂണിയം. അപ്പോൾ ഏകദേശം എല്ലാ എലമെന്റിൻ്റെയൊക്കെ പേര് നമ്മൾ പഠിക്കണം. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു 20 എലമെന്റിൻ്റെയും പേര്. ഇതിനൊക്കെ കുറേ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഹായ് ഹീലി, BBC ന്യൂസോഫ കിയോനി. ഹായ് ഹൈഡ്രജൻ, ഹീലിയവും ലിഥിയവും. BBC ന്യൂസ്, ബെറീലിയം, ബോറോൺ, കാർബൺ. 3 ആൾക്കാരായി. ന്യൂസ്, നൈട്രജൻ. BBC ന്യൂസ്. ഓഫ കിയോ, ഓക്സിജനും ഫ്ലൂറിനും. നിയോൺ.
ഹായ് ഹീലി BBC ന്യൂസ് ഓഫാക്കിയോ നീ 10 എലമെൻ്റായി. ഇനി 11 മുതൽ 20 വരെ ഇതേപോലെ വേറെ പാട്ടുണ്ട്. സോഡ മാഗി അലമാരയിൽ സിലിക്കൺ പാത്രത്തിൽ സൂക്ഷിക്കാൻ ക്ലാരയും പൊട്ടനും കാത്തിരുന്നു. ആരായിരിക്കും മക്കളെ പൊട്ടൻ? പൊട്ടാഷ്യം. കാത്തിരിപ്പ് ആരായിരിക്കും? കാൽഷ്യം. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നിങ്ങൾ നമ്മുടെ എക്സാം വൈയുടെ മെയിൻ ചാനലിൽ കയറുക. അതിൽ എക്സാം വൈയുടെ മെയിൻ ചാനലിൽ തന്നെ പീരിയോഡിക് ടേബിൾ എൻ്റെ പേരോ അല്ലെങ്കിൽ കെമിസ്ട്രി എന്നുള്ളതോ ഒന്ന് ടൈപ്പ് ചെയ്ത് എക്സാം വൈ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആദ്യത്തെ ഒരു 10-50 എലമെൻറ്റുകളുടെ പേര് ഇതേപോലെ പാട്ടൊക്കെ പാടി പഠിക്കുന്ന ഒരു രസകരമായ ഒരു വീഡിയോ ഉണ്ട്. ഒന്ന് വാച്ച് ചെയ്യുക. എന്തായാലും കെമിസ്ട്രി എത്ര കാലം ഉപയോഗിക്കുന്നുവോ അത്ര കാലം എന്ത് ചെയ്യും നമുക്കത് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ അത് കൂട്ടത്തിൽ പറഞ്ഞു മാത്രം. അപ്പോൾ ഈ എലമെൻറ്റുകളുടെ പേരും അതിൻ്റെ ആ പേരെങ്ങനെ വന്നതും എന്നുള്ളതും അതിൻ്റെ നെയിമും എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ലാറ്റിൻ പേരിൽ നിന്ന് വന്ന ആളുകൾ. ലാറ്റിൻ പേരിൽ നിന്ന് വന്ന സോഡിയം നാട്രിയം ആണ് ലാറ്റിൻ പേര് N അല്ലേ. പൊട്ടാഷ്യം കാലിയമാണ് K, ഗോൾഡ് ഓറമാണ് AU, സിൽവർ അർജന്റമാണ് AG, അയൺ ഫെറമാണ് FE. വേറെ 2-3 കമൻറ്റ് ചെയ്യാൻ പറ്റുമോ മക്കളെ? വേറെ ഏതൊക്കെയാടാ നിങ്ങൾക്ക് അറിയുന്നതൊന്ന് കമൻറ്റ് ചെയ്തേ. വേറെ ഏതൊക്കെ വരിക? ലെഡ് ഏതാടാ? ലെഡ്. പ്ലംബം എന്നാണ് ലാറ്റിൻ പേര്. പ്ലംബം PB. ഓക്കെ, അനദർ വൺ യെസ് മെർക്കുറി നമുക്കറിയാം. ഹൈഡ്രാർജിറം എന്നാണ് ലാറ്റിൻ പേര്. HG ആണ് വരിക. അങ്ങനത്തെ കുറച്ച് 8-10 ആൾക്കാരുണ്ട്. അവർ നിർബന്ധമായിട്ടും നിങ്ങൾ ഇത് പഠിച്ചേക്കണം. കാരണം കെമിസ്ട്രി കുറച്ച് കഴിഞ്ഞാലേ ഈ സിമ്പിൾസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. സോഡിയം എന്ന് ആരും പറയില്ല, N എന്ന് എഴുതണം. അത് N ക്യാപിറ്റൽ ആവണം, A സ്മോൾ ആവണം. പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതി വെച്ചാൽ ടീച്ചറിന് മനസ്സിലാവും നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല. പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതി വെച്ചാൽ ടീച്ചർ മനസ്സിലാവും നിങ്ങൾക്കൊന്നും പഠിച്ചിട്ടില്ല. പരീക്ഷയ്ക്ക് എങ്ങനെ തന്നെ എഴുതിക്കണം മക്കളെ? സോഡിയം N ക്യാപിറ്റൽ, A ഷുഡ് ബി സ്മോൾ, C ക്യാപിറ്റൽ, L ഷുഡ് ബി സ്മോൾ. അങ്ങനെ തന്നെ എഴുതിക്കണം കേട്ടോ. N is the symbol of nitrogen. എല്ലാവർക്കും അറിയാം. What does 2N stand for? 2N എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളതാണ്. ഒന്ന് കമൻറ്റ് ചെയ്യാം മക്കളെ. N എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ്. 2N എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 2N. N എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണേ, 1 നൈട്രജൻ ആറ്റം എന്നാണ് അർത്ഥം. N എന്ന് മാത്രം എഴുതിയാൽ. അപ്പോൾ 2N എന്ന് പറഞ്ഞാലോ നിങ്ങൾ പറയടാ 2 നൈട്രജൻ ആറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ നൈട്രജൻ മോളിക്യൂൾ എങ്ങനെ എഴുതുക? അത് N2 ആണ് മക്കളെ. ഇഫ് ഐ റൈറ്റ് N2 വിച്ച് മീൻസ് 1 നൈട്രജൻ മോളിക്യൂളാണ്. അപ്പോൾ ഞാൻ എങ്ങനെ 2 നൈട്രജൻ മോളിക്യൂൾ എന്ന് എഴുതും? അത് 2N2 ആണ്. 2N2 എന്ന് പറഞ്ഞാൽ 2 നൈട്രജൻ മോളിക്യൂൾ. ഈ 4 നമ്മൾ വ്യത്യാസമാണ്. N 1 നൈട്രജൻ ആറ്റം, 2N 2 നൈട്രജൻ, 3N 3 നൈട്രജൻ ആറ്റം, അതൊക്കെ ആറ്റ. എന്നാൽ N2 O2 H2 ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് മോളിക്യൂൾ ആവുക. അപ്പോൾ N2 1 നൈട്രജൻ മോളിക്യൂൾ, അതിൽ 2 നൈട്രജൻ ആറ്റം ഉണ്ട്. 2N2 2 നൈട്രജൻ മോളിക്യൂൾ, അതിൽ എത്ര ആറ്റം ഉണ്ടാവും? 4 ആറ്റം ഉണ്ടാവും. 4 നൈട്രജൻ ആറ്റം. ഒരു N2വിൽ 2 നൈട്രജൻ, 2N2വിലോ 4 നൈട്രജൻ ആറ്റംസ്. 5N2 എന്ന മീനിങ് എന്താ? അതിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 5N2 എന്ന് പറയാൻ എത്ര മോളിക്യൂളാ? 5 ആണ് മോളിക്യൂള്. ഈ ലെഫ്റ്റിൽ എഴുതുന്ന നമ്പറാണ് മോളിക്യൂൾ 5. ഒരു N2വിൽ 2 എങ്കിൽ 5N2ലോ 5 × 2 എത്ര വരും? 10 നൈട്രജൻ ആറ്റംസ്. കിട്ടിയിരുന്നോ? 5N2ല് 5 × 2 10 നൈട്രജൻ ആറ്റംസ്. ഓക്കെ, തന്നിരിക്കുന്ന തന്മാത്രകളെ അല്ലേ മോണോ അറ്റോമിക്, ഡയറ്റോമിക്, പോളി അറ്റോമിക്, ഏകാറ്റോമികം, ദ്വയാറ്റോമികം, ബഹു ആറ്റോമികം. എടാ ഏകാറ്റോമിക് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ, ഒരു തന്മാത്രയിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. ഇതാ ഹീലിയം മോണോ അറ്റോമിക് ആണ്. സോഡിയം മോണോ അറ്റോമിക് ആണ്. കണ്ടോ അവിടെ Na2 He2 എന്നൊന്നുമില്ല. ഒരു തന്മാത്രയിൽ ഒരു ആറ്റമേ ഉണ്ടാവുള്ളൂ. ദ്വയാറ്റോമികം, ഡയറ്റോമിക് ഏതൊക്കെ അല്ലേ? ഈ പറഞ്ഞ H2 Cl2 ഇതൊക്കെ ഡയറ്റോമിക്ക, ദ്വയാറ്റോമിക. 2ൽ കൂടുതൽ ആറ്റം, ഒരു മോളിക്യൂളിൽ തന്നെ മോർ ദാൻ 2 ആറ്റംസ്. അതാരാ? അത് നമ്മളെ ഫോസ്ഫറസ് ആണ് അല്ലേ. പോളി അറ്റോമിക് ആണ്. സൾഫറും പോളി അറ്റോമിക്ക. സൾഫർ നോക്കിക്കേ, 8 ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താലാണ് ഒരു സൾഫർ മോളിക്യൂൾ ഉണ്ടാവുള്ളൂ. 8 സൾഫർ ആറ്റങ്ങൾ കൂടി ചേർന്നാൽ ഒരു സൾഫറിൻ്റെ തന്മാത്ര ഉണ്ടാവുള്ളൂ. അതാണ് പോളി അറ്റോമിക്. ഇനി ഇക്വേഷനെ ബാലൻസ് ചെയ്യുക. ഇവിടെയാണ് കുറേ കുട്ടികൾ കെമിസ്ട്രിയെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം. ഇത് ശരിക്കും കെമിസ്ട്രി ഒന്നുമല്ല, മാത്സ് ആണ് ആക്ച്വലി അല്ലേ. റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും പ്രോഡക്റ്റിൻ്റെ സൈഡിലും എന്ത് ചെയ്യുക?
ഒരേപോലെയുള്ള ആറ്റങ്ങൾ സെയിം ആക്കുക. നോക്കൂ നിങ്ങൾ, ഇവയിൽ സമവാക്യം 1 പ്രോഡക്റ്റും റിയാക്റ്റൻറ്റും ഏതൊക്കെയാണ്? ഓക്കെ, 1 റിയാക്റ്റൻ്റ് ഏതൊക്കെയാടാ? കമൻറ്റ് ചെയ്ത് പറഞ്ഞേ. കാർബണും ഓക്സിജനും. പ്രോഡക്റ്റ് ഏതാ? ആരോ കഴിഞ്ഞിട്ട് വരുന്ന ആളുകളാണെന്ത്? പ്രോഡക്റ്റ് അല്ലേ, ഉൽപ്പന്നങ്ങൾ. ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇവയിൽ സമീകരിക്കാത്ത സമവാക്യം, അൺബാലൻസ്ഡ് ആയിട്ട് കിടക്കുന്ന ഇക്വേഷൻസ് ഏതാണ്? നോക്കിക്കേ, 1 കാർബൺ 2 ഓക്സിജൻ, 1 കാർബൺ 2 ഓക്സിജൻ കറക്റ്റാണ്. 1 കാൽഷ്യം 1 കാൽഷ്യം, 1 കാർബൺ 1 കാർബൺ, 3 ഓക്സിജൻ ആണ് റിയാക്റ്റന്റിന്റെ സൈഡിൽ. ഇവിടെ 1 ഓക്സിജനും ഇവിടെ 2 ഓക്സിജനും. എത്രയാടാ? 3 ഓക്സിജൻ. അപ്പോൾ ആദ്യത്തെ 2ഉം ബാലൻസ്ഡ് ആണ്. മൂന്നാമത്തെ ആൾ നോക്കിക്കേ, 2 നൈട്രജൻ. പ്രോഡക്റ്റിലോ 1 നൈട്രജൻ, 2 ഓക്സിജൻ റിയാക്റ്റന്റിൽ, പ്രോഡക്റ്റിലോ 1 ഓക്സിജൻ. അപ്പോൾ അതായിരിക്കും മൂന്നാമത്തെ ആളായിരിക്കും എന്ത് ചെയ്യുക? ഈ ഒരു അൺബാലൻസ്ഡ് ആയിട്ട് കിടക്കുന്നത്. എങ്കിൽ സമീകരിക്കാത്ത ഇയാളെ നമ്മൾ സമീകരിക്കണം, അഥവാ ബാലൻസ്ഡ് ആക്കണം. എങ്ങനെ ബാലൻസ്ഡ് ആക്കാം മക്കളെ? N2 2 നൈട്രജൻ, O2 2 ഓക്സിജൻ, NO ഓരോരുത്തരേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 ഇട്ട് കൊടുക്കല, അല്ലല്ലല്ല, മോളിക്യൂളിൻ്റെ എണ്ണം 2 ഇട്ട് കൊടുക്കുക. അതോടുകൂടി 2 നൈട്രജനായി 2 ഓക്സിജനായി, 2 നൈട്രജനായി 2 ഓക്സിജനായി. നോക്കൂ, 2 നൈട്രജൻ 2 ഓക്സിജൻ ബാലൻസ്ഡായി. ഇക്വേഷനുകളെ പരമാവധി ബാലൻസ് ചെയ്യണം. അത് നമ്മൾ കുറേ ശീലിക്കണം. നിങ്ങൾക്ക് ഞാനിതാ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ഇത് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഈ 3 ഇക്വേഷനെ എന്ത് ചെയ്യണം മക്കളെ? നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യണം, സമീകരിക്കണം. അപ്പോൾ റിയാക്റ്റൻ്റെ സൈഡിൽ എത്ര ഉണ്ട്? പ്രോഡക്റ്റിൻ്റെ സൈഡിൽ എത്ര ഉണ്ട്? ഇവിടെ സോഡിയം ഉണ്ട്, സോഡിയം ഇവിടെ 2 എണ്ണമായി. ഇവിടെ സൾഫർ ഉണ്ട്, ഇവിടെ സൾഫർ ഉണ്ട്. ഒക്കെ നോക്കണം, ഓരോ ആറ്റംസും എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണി നോക്കുക. അപ്പോൾ വീഡിയോ ഒന്ന് ഇവിടുന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് ശരിയാക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ ലൈക്ക് ആൻഡ് കമൻറ്റ് എന്ത് ചെയ്യും? എൻ്റെ വക ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. 2 ചാപ്റ്ററും അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തായാലും ഈ ചോദ്യങ്ങളെ, ഇതേപോലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. എന്താ ചെയ്യുക? വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, NMMS പോലെയുള്ള ഒരുപാട് എക്സാമുകളിൽ ഇതിനേക്കാളും നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്ത് ശീലിക്കേണ്ടതുണ്ട്. അതിന് ഈ ചാനൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഇതൊന്ന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും എക്സാമിന് ഒരു അടിപൊളി ബെസ്റ്റ് വിഷസ് നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മറ്റുള്ള വിഷയങ്ങളും എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഇതിലുണ്ടാകും. അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് വാച്ച് ചെയ്തുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യണം? ബേസിക് സയൻസിൽ A+ അടിക്കണം. റെഡി അല്ലേ? താങ്ക് യു.